HRD സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെതിരായ പോക്സോ കേസിൽ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ ഡൽഹി സാകേത് കോടതി. അടുത്ത മാസം 7 വരെയാണ് അറസ്റ്റ് തടഞ്ഞത്. കേസിൽ അതിജീവിതയ്ക്ക് സംരക്ഷണം നൽകാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അർജുൻ, ഗുഡ് ഈവനിംഗ്. എന്തൊക്കെയാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾ? കൃഷ്ണ, HRDS സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെതിരായിട്ടുള്ള പോക്സോ പരാതിയിൽ അദ്ദേഹം മുൻകൂർ ജാമ്യം തേടി സാകേത് കോടതിയെ സമീപിച്ചിരുന്നു. ആ ഒരു ഹർജിയിലാണ് ഇപ്പോൾ ഇടക്കാല ആശ്വാസം അജി കൃഷ്ണന് ലഭിച്ചിരിക്കുന്നത്. മെയ് 7-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. മെയ് 7-ാം തീയതിയാണ് ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നത്. അന്ന് വരെയാണ് ഇപ്പോൾ എന്തായാലും ഈ അജി കൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സഹായവും സംരക്ഷണവും നൽകണമെന്നുള്ള കാര്യം ഡൽഹി പോലീസിനോട് അറിയിച്ചിട്ടുമുണ്ട്. അപ്പം അജി കൃഷ്ണനോട് അന്വേഷണത്തിൽ സഹകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോഴെന്തായാലും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ ഡൽഹി പോലീസ് അജി കൃഷ്ണനെ ഈ കേസിൽ കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിലും പിന്നീട് അറസ്റ്റ് ചെയ്യാതെ വിട്ടയക്കുകയായിരുന്നു. മാത്രമല്ല, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കഴിഞ്ഞാൽ വരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് അജി കൃഷ്ണൻ കോടതിയെ സമീപിച്ച് ഈ മുൻകൂർ ജാമ്യം വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ കോടതിയുടെ ഉത്തരവിനെതിരെ, ഇടക്കാല ആശ്വാസം നൽകിക്കൊണ്ടുള്ള സാകേത് കോടതിയുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പരാതിക്കാരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ഓക്കെ, ഇപ്പോൾ എന്തായാലും അജി കൃഷ്ണന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ അതിജീവിതയ്ക്ക് സംരക്ഷണം നൽകാനും സാകേത് കോടതിയുടെ നിർദ്ദേശമുണ്ട്. വിവരങ്ങൾ നൽകിയത് അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.